വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ തോറ്റുപോയവരെ കൂടി ചേർത്തു പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച മികവ് 2026 കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരാജയപ്പെടാനും കുറച്ചുപേർ ഉള്ളതുകൊണ്ടാണ് വിജയികൾ ഉണ്ടായതെന്നുകൂടി ഓർക്കേണ്ടതുണ്ടെന്നും ചേർത്തുനിർത്തലുകളുടെ ഒന്നിച്ചുചേരലിന്റെ സമാനതകളില്ലാത്ത ആനന്ദം ആസ്വദിക്കാൻ കൂടി നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു. വിജയങ്ങൾ നേടാൻ പഠിപ്പിക്കുന്നതോടൊപ്പം പരാജയങ്ങളെ നേരിടാൻ കൂടി വിദ്യാർത്ഥികളെ പാകപ്പെടുത്തണം. വിദ്യാഭ്യാസം എന്നാൽ കേവലം മാർക്കുകൾ നേടുകയോ ജോലി നേടുകയോ മാത്രമല്ല, അതിന് ഒരു സാമൂഹിക ജീവി ആവുക എന്ന വിശാലമായ അർത്ഥം കൂടിയുണ്ട്. രസതന്ത്രത്തിൽ H2O എന്നാൽ വെള്ളം എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം വെള്ളം എന്നാൽ ദാഹം കൂടിയാണ് എന്നും നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. വ്യത്യസ്ത വർണ്ണങ്ങളെ ചേർത്തുവെച്ച് ഒരു ചിത്രകാരൻ ചിത്രം രൂപപ്പെടുത്തുന്നത് പോലെ, വ്യത്യസ്ത വാക്കുകൾ ചേർത്തുവെച്ച് ഒരു കവി കവിത ചിട്ടപ്പെടുത്തുന്നത് പോലെ ജീവിതത്തെ വേണ്ടവിധം ക്രമപ്പെടുത്താൻ പഠിക്കുമ്പോഴാണ് മനുഷ്യന് മികച്ച ഭാവി ഉണ്ടാകുന്നത്. ലഹരിക്കെതിരെയായുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുവൻ വിദ്യാർത്ഥികളും ഭാഗമാകണമെന്നും മന്ത്രി പറഞ്ഞു. മക്കളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒറ്റയ്ക്ക് ജയിക്കുക എന്ന് പറയുന്നതല്ല. അത് ഇൻസ്റ്റിറ്റ്യൂഷനായാലും വ്യക്തികളായാലും കുട്ടികളായാലും. ഞാൻ അഴീക്കോടിൽ MLA ആയിരിക്കുന്ന സമയത്ത് ഒരു പദ്ധതി നടത്തി. അതിന് വലിയ രസമായിരുന്നു പദ്ധതി. ആ പദ്ധതിയുടെ പേര് അമ്മക്കൊരു ഉമ്മ എന്നായിരുന്നു. അപ്പൊ എന്നോട് അങ്ങനെ ചോദിച്ചു, അതെന്ത് പരിപാടിയാണ് സ്കൂളിൽ, അങ്ങനെ എന്താ അതിന്റെ എഡ്യൂക്കേഷന്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചു. സിമ്പിൾ ആയിരുന്നു അതിന്റെ രീതി. രാവിലെ സ്കൂളിൽ വരുന്ന കുട്ടിനോട് റാൻഡം ചെക്കിങ് നടക്കും. ഇന്ന് രാവിലെ അമ്മക്ക് ഒരു ഉമ്മ കൊടുത്തു വന്ന എത്ര കുട്ടികൾ? ആദ്യം 2 ആൾ കൈപൊക്കി, പിന്നെ 10 ആൾ കൈപൊക്കി, പിന്നെ ക്ലാസ് മുഴുവൻ കൈപൊക്കുന്നത് വരെ അത് തുടർന്നിരുന്നു. അതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ കുട്ടികളോട് ചോദിക്കേണ്ട കാര്യമില്ല. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മക്ക് ഒരു ഉമ്മ കൊടുത്തു വന്ന എത്ര പേർ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ചോദിച്ചാൽ ബുദ്ധിമുട്ടാകും. 2 or 3 പേരെ ഉണ്ടാവുള്ളൂ തോന്നുന്നു. ഞാനെൻ്റെ ഉമ്മയെ കണ്ടാൽ അപ്പം കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയാറ്. പലരും പറയുന്നത് മാതാവും പിതാവും ഗുരുവും ദൈവതുല്യമാണെന്നാണ്. അങ്ങനെ മാത്രമല്ല, മാതാവാണ് പിതാവിനെ കാണിച്ചു തരുന്നത്, പിതാവാണ് ഗുരുവിനെ കാണിച്ചു തരുന്നത്. മാതാവും പിതാവും ഗുരുവും ചേർന്നാണ് ദൈവത്തെ കാണിച്ചു തരുന്നതെന്നാണ്. അതാണ് അതിൻ്റെ ഏറ്റവും കാമ്പെന്ന് പറയുന്നത്. ഈ ഒരു സങ്കലനമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോലി കിട്ടിയിട്ടും എന്തുണ്ടായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ അമ്മയെ അറിയാത്ത, നാടും വീടും അറിയാത്ത, അയൽപക്കം അറിയാത്ത, ചുറ്റുപാടറിയാത്ത മക്കളായിട്ട് എന്ത് കാര്യമുള്ളത്? കല്ലട്ര മാഹിൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SSLC, +2, VHSC പരീക്ഷകളിൽ 100% വിജയം നേടിയ വിദ്യാലയങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണം MLA മാരായ AKM അഷ്റഫ്, K നീലകണ്ഠൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സ്പെഷ്യൽ പോലീസ് കേഡറ്റ് കുട്ടികൾക്കുള്ള അനുമോദനം കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ വിദ്യാർത്ഥികളെ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി BV വിജയഭാരത് റെഡ്ഡി ആദരിച്ചു. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ M മനു, ഇർഫാന ഇക്ബാൽ, K കൃഷ്ണൻ, റീന തോമസ്, LSGD ജോയിന്റ് ഡയറക്ടർ ഇൻചാർജ് KV ഹരിദാസ്, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇൻചാർജ് P സവിത, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ രഘുറാം ഭട്ട്, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ AK, VHSC അസിസ്റ്റന്റ് ഡയറക്ടർ ഉദയകുമാരി ER, SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ബിജുരാജ് എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി S ബിജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.